ഹായ്, എല്ലാവർക്കും പുളിയും സ്വാദിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ മന്തിയുമായിട്ടാണ്. ചിക്കൻ മന്തി നമ്മൾ സാധാരണയായിട്ട് പുറത്തൊക്കെ പോയാണ് എല്ലാവരും കഴിക്കാറുള്ളത്. പക്ഷെങ്കിൽ ഞാനിവിടെ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ചിക്കൻ മന്തി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കുകയേ ചെയ്യരുത്. കാരണം ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്തേ പറ്റൂ. അപ്പോൾ നമുക്ക് നേരെ എന്തെങ്കിൽ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ നമ്മൾ ചിക്കൻ മന്തി ഉണ്ടാകാനായിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്ന്. ഞാനിവിടെ ഒരു 4 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. 4 കപ്പ് റൈസ് ഇത് നമുക്ക് ഒന്ന് കഴുകി വെള്ളത്തിൽ കുതിർത്തൊരു 30 മിനിറ്റ് വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് നമുക്ക് ചിക്കൻ റെഡി എടുക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2.5 കപ്പ് വെള്ളം, അതായത് നമ്മൾ ഏത് കപ്പിലാണോ എടുക്കുന്നത് അതിൻ്റെ 2.5 ഇരട്ടി വെള്ളമാണ് ഞാനിവിടെ ഇതിലേക്ക് ആദ്യം തന്നെ ഒഴിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്നതായ സ്പൈസസ് ഇടാം. ആദ്യം തന്നെ കറുവപ്പട്ട നന്നായിട്ടൊന്ന് പീസുകളാക്കിയിട്ടാണ് ഞാനിതിലേക്ക് ഇട്ടിരിക്കുന്നത്. ഞാനൊരു 2 കറുവപ്പട്ട. പിന്നീട് ഞാൻ ഇട്ടത് ഏലക്കയാണ്. ഏലക്ക ഒരു 8 പീസ്. പിന്നീട് ഗ്രാമ്പു ഞാനൊരു 8 പീസാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നീട് ഒരു 2 ബേ ലീവ്സും കൂടി ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നീട് ഡ്രൈ ലെമൺ. ഈ ഡ്രൈ ലെമൺ ഒക്കെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും. അതും കൂടി ഞാൻ ഇതിലേക്ക് കഴുകിയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നീട് ഞാൻ ഇട്ടിരിക്കുന്നത് 1 സ്പൂൺ കുരുമുളകാണ്. കുരുമുളക് മുഴുവനായിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വന്ന് തുടങ്ങുമ്പോഴേക്കും നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്കിടാം. കണ്ടില്ലേ, ഞാൻ ചിക്കൻ ഇവിടെ നന്നായിട്ട് വലുതായിട്ട് പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നമ്മളുടെ ഈ ഒരു ചിക്കൻ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ചിക്കൻ അധികം സമയമൊന്നും ഇതിലേക്ക് ഇട്ട് വേവിക്കേണ്ട. ഒരു 15 മിനിറ്റ് മതി നമുക്ക് ഈ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഈ ചിക്കൻ എല്ലാം വളരെ നല്ല വലിപ്പത്തിൽ തന്നെ ഇടണം. ചെറിയ പീസാക്കി ഇടുകയേ ചെയ്യരുത്. പിന്നീട് ഞാൻ പറഞ്ഞുവല്ലോ, അരി എടുക്കുമ്പോൾ നമ്മൾ ഏത് അളവിലെടുക്കുന്നോ അതിൻ്റെ 2.5 ഇരട്ടി വെള്ളം വേണം നമ്മളിതിലേക്ക് ഒഴിക്കാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ ചിക്കൻ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഇടുന്നത് ഒരു മുഴുവനായിട്ടുള്ള വെളുത്തുള്ളിയാണ്. അതായത് 1 കുടം വെളുത്തുള്ളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ അതും കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് അധികം വേണ്ട, കുറച്ച് ഉപ്പ് ചേർക്കാം. കണ്ടില്ലേ, എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഈ തിള വന്ന സമയത്തേക്ക് ഞാൻ ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ഞെടുപ്പോട് കൂടി ഇട്ടിട്ടുണ്ട്. പിന്നീട് ഒരു മാഗിയുടെ ചിക്കൻ ക്യൂബും കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ചിക്കൻ ക്യൂബ് ഒന്നും വേണ്ടാത്ത ഉണ്ടെങ്കിൽ നമുക്കത് ഇടേണ്ട ആവശ്യമില്ല, കുഴപ്പമില്ല. ഞാനൊരു വളരെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ് അത് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 15 മിനിറ്റ് കഴിക്കുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഒരു പകുതി വേവായിട്ടുണ്ട്. ഒരുപാട് വെന്തിട്ടില്ല, പകുതി വേവേ ആയിട്ടുള്ളൂ. കറക്റ്റ് 15 മിനിറ്റ് വെച്ചാൽ മതി. നമുക്കിനി അതെല്ലാം കൂടി ഇങ്ങനെ പുറത്തേക്ക് ഓരോന്നായിട്ട് എടുക്കാം. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഇത് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുക്കാനായിട്ടുള്ള നമ്മൾ ഇട്ടിരുന്ന ആ ഒരു വെളുത്തുള്ളിയാണ്. അപ്പോൾ വെളുത്തുള്ളിയും കൂടെ നമുക്കത് പുറത്തേക്ക് എടുക്കാം. കാരണം ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി അരി ഇടാം. അരി നമ്മളിവിടെ എടുത്ത് വെച്ച് കഴുകി വാരി വെച്ചിരുന്ന ആ ഒരു അരിയാണ്. ഞാൻ ഏകദേശം ഒരു 20 മിനിറ്റ് കുതിർത്ത് വെച്ചിരുന്ന ആ അരി നമ്മളിതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഞാൻ ചേർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കഷ്ണം ക്യാരറ്റും കൂടി ഞാനിതിലേക്കൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്താൽ മതിയാവും. അതും കൂടി നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് ഒരു ചെറിയൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാനതൊന്ന് അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് ഇടുന്നത്.
അപ്പോൾ അതും കൂടി ഞാൻ അതിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുന്ന നേരത്തേക്ക് നമുക്ക് ഇവിടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ എടുക്കാം. ഞാനിവിടെ പൊടികളെല്ലാം എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പെപ്പർ പൗഡർ. ഇതിൻ്റെ എല്ലാ അളവെല്ലാം ഞാനിവിടെ ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് അതായത് ഒരു സ്പൂണോളം ഒലിവ് ഓയിലും കൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഒലിവ് ഓയിലാണ്, വേറെ സാധാരണ ഓയിലല്ല, ഒലിവ് ഓയിലാണ് ഞാൻ ആഡ് ചെയ്തത്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഫോട്ടോ ഒക്കെ എടുക്കേണ്ടതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു അല്പം കളറും കൂടി ചേർത്തിട്ടുണ്ട്. ഈ കളർ വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. പിന്നീട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തെടുത്തതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ വെളുത്തുള്ളിയും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഞെരടിയിട്ട് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് നന്നായിട്ട് തന്നെ പുരട്ടിയെടുക്കാം. അപ്പോൾ പുരട്ടിയെടുത്തിട്ട് നമ്മൾ അധിക സമയം വെക്കുകയൊന്നും വേണ്ട, ഉടനെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഞാനിവിടെ ഇത് ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മളുടെ ചോറിവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിവിടെ കണ്ടില്ലേ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു 5 മിനിറ്റും കൂടി നമുക്ക് ഇതേപടി തന്നെ ഒന്ന് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. കാരണം അതിൻ്റെ കുറച്ച് വെള്ളം കൂടി ഉണ്ട്, അതുകൂടെ ഒന്ന് പറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് മൂടി വയ്ക്കാം. അപ്പോഴേക്കും ഞാനിവിടെ വേറൊരു പാൻ വെച്ചിട്ട് ഞാനൊരു അല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഒരല്പം മതി, ഒരുപാട് എണ്ണയൊന്നും വേണ്ട. അതുകൂടെ വെച്ചിട്ട് നമുക്കിതുപോലെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഓവനൊക്കെ ഉള്ളവർക്ക് ഓവനിലൊരു 20 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്തുപോലെ എടുക്കാം. ഞാനിവിടെ സാധാരണ പാനിൽ തന്നെയാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് 2 സൈഡും ഒന്ന് പെട്ടെന്നൊന്ന് വേവിച്ചെടുക്കാം. അധികം നേരമൊന്നും എടുക്കത്തില്ല. ഇത് 2 സൈഡും ഒന്ന് റെഡി ആയി വരാനായിട്ട് അധികം നേരം എടുക്കത്തില്ല. കാരണം നമ്മൾ പുഴുങ്ങിയെടുത്തിരിക്കുന്ന ആ ഒരു ചിക്കൻ ആയതുകൊണ്ട് തന്നെ അധിക സമയമൊന്നും വേണ്ട. ഇപ്പോൾ എൻ്റെ ഒരു സൈഡ് റെഡിയായി ഞാനിതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാരണം നല്ലതായിട്ട് തന്നെ കണ്ടില്ലേ, നല്ല കളറൊക്കെ ഉണ്ട്, നല്ല കളറിൽ വന്നിട്ടുണ്ട്. നമ്മൾ ആ കളറൊക്കെ ചേർത്തുകൊണ്ടായിരിക്കും അത്രയും വന്നത്. അപ്പോൾ നമ്മുടെ ചോറും ഇവിടെ റെഡിയായി. കണ്ടില്ലേ, ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനിയിപ്പോൾ ചെയ്യാനായിട്ടുള്ളത്, നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇടാം. ഓരോന്നായിട്ട് നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ചോറിലേക്ക് നമുക്ക് ചിക്കൻ ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, നല്ല ഭംഗിയിലാണ് നമ്മളുടെ റൈസും വന്നിരിക്കുന്നത്, നമ്മുടെ ചിക്കനും വന്നിരിക്കുന്നത്. നമുക്ക് ഇതിങ്ങനെയൊന്ന് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ എല്ലാം ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മൂടി വെച്ചൊരു 5 മിനിറ്റ് വേവിക്കാം. അപ്പോഴേക്കും നമുക്കൊരു സലാഡ് ഉണ്ടാക്കിയെടുക്കാം. അറബിക് സലാഡാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്ന ഒരു സലാഡാണ് അറബിക് സലാഡ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഹാഫ് ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഹാഫ് ടൊമാറ്റോ അത് കട്ട് ചെയ്ത് മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നീട് ഒരു 5-6 കഷ്ണം വെളുത്തുള്ളി, അതായത് നമ്മുടെ വെളുത്തുള്ളിയും കൂടി അതിലേക്ക് ഇട്ടിട്ട് ഒരു 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് പിന്നീട് ഞാനൊരു 1 സ്പൂൺ ജീരകം കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടുന്നത് ഉപ്പാണ്. ഉപ്പും കൂടി ആവശ്യത്തിന് ചേർത്ത് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ഇത് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒരുപാട് അരഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മാത്രം മതി. അതായത് ഒരുപാട് അരഞ്ഞു പോകേണ്ട കാര്യമില്ല. കണ്ടില്ലേ, നമ്മുടെ സലാഡും ഇവിടെ റെഡിയായി. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇതുപോലൊരു പാത്രത്തിലേക്ക് നമ്മളുടെ ചോറൊന്ന് നിരത്താം. ആദ്യം തന്നെ നല്ല ചൂടോടുകൂടിയാണ്. ചോറൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ഓരോ ചിക്കനായിട്ട് ഇതിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് കണ്ടില്ലേ, ചോറൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ക്യാരറ്റൊക്കെ കിടക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു കളറായിട്ടാണ് നമ്മുടെ റൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ മന്തി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. കണ്ടില്ലേ, വളരെ എളുപ്പത്തിലാണ് റെഡിയാക്കി എടുത്തത്. ആ ചോറ് വേകാനായിട്ടുള്ള ആ ഒരു താമസം മാത്രമേ നമുക്ക് വേണ്ടി വന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് ചിക്കൻ മന്തി എങ്ങനെ റെഡിയാക്കാം എന്നുള്ളതാണ് ഞാനിന്ന് പറഞ്ഞു തന്നത്. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.